ആത്മീയവാദികളായ ആത്മാന്വേഷികളെ, സൂഫി സാധകരെ, അസ്സലാമു അലൈക്കും. ഖുർആൻ ധ്യാനത്തിൻ്റെ 1-ാം ഭാഗത്തിൽ 2-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം. കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ ഖുർആൻ ധ്യാനത്തിൻ്റെ രീതിയെന്ന് സവിസ്തരം നമ്മളൊരാമുഖമായി പറഞ്ഞു. എങ്ങനെയാണ് നാം ഖുർആനിനെ സമീപിക്കുന്നതെന്ന് ഹൃദയഗുരു ജലാലുദ്ദീൻ റൂമിയുടെ ആ പ്രണയമാർഗത്തിൽ, ആ ആത്മജ്ഞാനധാരയിൽ നമ്മൾ സഞ്ചരിക്കുന്ന രീതിശാസ്ത്രത്തെ, ഏതൊരു ഹൃദയ വഴിയിലൂടെ ആത്മബോധത്തോടെയാണ് നമ്മൾ ഖുർആനിലെ ഓരോ അക്ഷരത്തെയും സമീപിക്കുന്നതെന്ന്, ഹൃദയം കൊണ്ട് പുണരുന്നതെന്ന്, എങ്ങനെയാണ് അതിനെ നുകർന്നറിയുന്നതെന്ന്, അതിൻ്റെ സവിശേഷ രീതികളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ആമുഖത്തിൽ പറഞ്ഞു. ഇനി നാം വിശുദ്ധ ഖുർആനിലെ മൗലാന ജലാലുദ്ദീൻ റൂമി നമുക്ക് പകർന്നു തന്ന സൂക്തങ്ങളിലൂടെ, ആ സൂക്തങ്ങൾക്കകത്തെ സാഗര രഹസ്യങ്ങളിലേക്ക്, അതിനകത്തെ നിധിച്ചെപ്പുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു എളിയ ശ്രമം മാത്രമാണ്. ആ ശ്രമം എന്നത് ആ സമുദ്രത്തെ വിദൂരതയിൽ നിന്നും നോക്കുന്ന, ആ നോക്കി ആസ്വദിക്കുന്ന, അതിലഭിരമിക്കുന്ന, അതിലായിത്തീരുന്ന ഒരു ഹൃദയത്തിൻ്റെ ഒരു വെമ്പൽ മാത്രമാണ്. ആ വെമ്പൽ പോലും അത്രമേൽ പ്രണയാർദ്രമാണ്, അത്രമേൽ ആനന്ദപൂർണമാണ്. ആ പ്രണയ അനുഭവത്തെ, ആ ആനന്ദത്തിൻ്റെ ഹർഷത്തെ നേർത്ത രീതിയിൽ ഹൃദയം കൊണ്ട് അനുഭവിക്കുക എന്നതാണ് ഈ ധ്യാനം, ഈ ഖുർആൻ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ സാധകനും ഭവിക്കേണ്ടത്. അങ്ങനെ അതിസൂക്ഷ്മമാം വിധം ഹൃദയം കൊണ്ട് ശ്രവിച്ച്, ഹൃദയപൂർണമായി ധ്യാനാത്മകമായി ഈ വാക്കുകൾക്കകത്തെ പറയാത്ത പൊരുളിനെ, വാക്കുകൾ കൊണ്ടൊരിക്കലും പറയാൻ കഴിയാത്ത പൊരുളാണ് യഥാർത്ഥമായത്, സത്യമായത്, പൊരുളായിട്ടുള്ളത്. ആ പൊരുളിലേക്ക് ഹൃദയം തുറക്കാൻ, ആ പൊരുളിലേക്ക്, ആ പൊരുളിനെ ശ്രവിക്കാനുള്ള ശേഷിയെയാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത്. ഒരു ശരിയായ ശിഷ്യന് മാത്രമേ ഗുരുവിനെ കേൾക്കാനാകൂ, ഗുരു പറയാത്തതിനെ കേൾക്കാൻ എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഗുരുവിനൊരിക്കലും പറയാൻ സാധ്യമാകാത്തതിനെ കേൾക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന്. അവിടെ ആ പറയാൻ സാധിക്കാത്ത ആത്മാനുഭവമാണ്, ആ ആനന്ദമാണ്, ആനന്ദഹർഷമാണ്. ആ ആനന്ദഹർഷത്തെ, ആത്മാനുഭവത്തെ, ആ ജ്ഞാനപ്പൊരുളിനൊരിക്കലും വാക്കുകൾ കൊണ്ട് മൊഴിയാനോ പേന കൊണ്ട് എഴുതാനോ സാധ്യമാകുന്നതല്ല. അതെഴുതുന്നത് അത്രയും ആ പൊരുളിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ്. നമ്മൾ പറയാറുണ്ട്, സംഗീതം എന്നത് 2 സ്വരങ്ങൾക്കിടയിലെ മൗനമാണെന്ന്. ആ മൗനത്തെ ഈ വാക്കുകൊണ്ട് പറയുന്ന, പേന കൊണ്ട് രചിച്ചിരിക്കുന്നതിനകത്തിരിക്കുന്ന പൊരുളിനെ, ആ ഉൾപ്പൊരുളിനെയാണ്, അതൊരു മന്ത്രധ്വനി പോലെ ഹൃദയത്തിൽ സ്പന്ദിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത്തരം വേദവചനങ്ങളെല്ലാം മന്ത്രസ്ഥായിയിൽ ഇങ്ങനെ ആലപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ചൊല്ലുന്നത്. അതിങ്ങനെ അതിൻ്റെ ഒരു ആലാപനമുണ്ട്, അതിൻ്റെ ഒരു സാന്ദ്രമായ അതിൻ്റെ ഒരു രീതിയുണ്ട്. അതിങ്ങനെ ചൊല്ലുമ്പോൾ, അതിൻ്റെ അർത്ഥമൊന്നും അറിയാത്ത വിധം അത് കേൾക്കുമ്പോൾ, അതിങ്ങനെ ശ്രവിക്കുമ്പോൾ, ആ വാക്കുകൾക്കകത്തിരിക്കുന്ന ധ്വനി പോലും ഹൃദയത്തെ സ്പന്ദിക്കുന്നു. അങ്ങനെയാണ് കാലങ്ങളായിട്ട് ഹൃദയങ്ങളിലൂടെ ഇത് പകർന്നത്. വേദമന്ത്രങ്ങൾ അത്രയും പകർന്നത് അങ്ങനെയാണ്. അതുപോലെ ഇതിൻ്റെ പൊരുളിനെയും ഇങ്ങനെ ശ്രവിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന മൗനത്തെ, പറയാനാകാത്ത പൊരുളിനെ ഹൃദയം കൊണ്ട് നുകരാനാകണം. അതാണ് ഈ ഖുർആൻ ധ്യാനം നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഇന്ന് നാം അറിയാൻ ശ്രമിക്കുന്നത് മഅനവിയിൽ
അതിൻ്റെ 1-ാം വാള്യത്തിൽ ഹൃദയഗുരു കൃത്യതയോടെ പറഞ്ഞ ഒരു വചനത്തെയാണ്. ആ വചനമാണ് ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. ആ വചനം വളരെ ആഴമേറിയതാണ്. സൂഫി ഗുരുക്കന്മാരും സൂഫി രചനകളിലുമെല്ലാം വളരെ നിരന്തരമായിട്ട് ഉദ്ധരിക്കുന്ന ഏറ്റവും ആഴമേറിയ പൊരുളിനെ, പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ പ്രാപഞ്ചികതയുടെ ആ പ്രണയപ്പൊരുളിനെ തന്നെ കുറഞ്ഞ വാക്കുകളിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെ, അത് ഏതൊന്ന് ആണോ നിലനിൽക്കുന്നത്, ആ നിലനിൽക്കുന്നതിൻ്റെ പൊരുളിനെ, അതിൻ്റെ ഉണ്മയെ, അതിൻ്റെ അസ്തിത്വത്തെ തന്നെ പ്രതിപാദിക്കുന്ന, അസ്തിത്വത്തിൻ്റെ രഹസ്യത്തെ തന്നെ പ്രതിപാദിക്കുന്ന ഒരു സൂക്തഭാഗമാണ് ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. ആ സൂക്തഭാഗം സൂറത്തുൽ അൻഫാലിലെ 8-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ സൂക്തമാണ്. ആ സൂക്തത്തിലെ ഒരു ഭാഗമാണ്. നമ്മൾ പറഞ്ഞു, നമ്മളൊരു സൂക്തത്തെ പൂർണ്ണമായോ അല്ലെങ്കിൽ പല സൂക്തങ്ങളോ ഒന്നും വിശദമായിട്ട് എടുക്കല്ല. ഏറ്റവും കുറഞ്ഞത് ആ സൂക്തത്തിൽ നിന്ന് ചെറിയൊരു ഭാഗമായിരിക്കും, ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ വാക്കുകളുടെ 1-2 വാക്കുകൾ ചേർത്തായിരിക്കാം. അങ്ങനെ ആ അതിസൂക്ഷ്മമാം വിധം ഗുരുക്കന്മാരെങ്ങനെയാണോ ആ വാക്കിനെ ഇതൾ വിരിയിച്ചെടുത്തത്, ആ ഇതൾ വിരിയിച്ച വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ ധ്യാനപൂർവം സഞ്ചരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അധ്യായം 8 17-ാമത്തെ സൂക്തത്തിൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നമുക്ക് വളരെ സുപരിചിതമാണ് വമാ റമൈത, അല്ലെങ്കിൽ മാ റമൈത ആൻഡ് നോട്ട് യു ത്രോ, ഇദ് റമൈത വെൻ യു ത്രൂ, വലാകിന്നല്ലാഹ റമാ. എന്നാൽ അള്ളാഹുവാണ് എറിഞ്ഞത്, ബട്ട് അള്ളാഹ് ത്രൂ ആൻഡ് യു ത്രൂ നോട്ട്. ആ പരിശുദ്ധ പ്രവാചകനോട് പറയാണ്, നീ എറിഞ്ഞിട്ടില്ല എന്ന്. അല്ലെങ്കിൽ ഓരോ മനുഷ്യനോടും, ഈ പ്രാപഞ്ചികതയിലെ ഓരോന്നിനോടും അതിൻ്റെ ഉൾപ്പൊരുളിലൂടെ പറയാണ്, നീ ചെയ്തിട്ടില്ല, നീ എറിഞ്ഞിട്ടില്ല. മാ റമൈത്ത, ഇത് റമൈത്ത, നീ എറിഞ്ഞപ്പോൾ, നീ എറിഞ്ഞപ്പോൾ നീ എറിഞ്ഞിട്ടില്ല. വലാകിൻ അല്ലാഹ റമ, അള്ളാഹുവാണ് എറിഞ്ഞത്. യഥാർത്ഥത്തിൽ നീ എറിയുകയാണെന്ന് വിചാരിക്കുന്നത്, നീ ചെയ്യുകയാണെന്ന് വിചാരിക്കുന്നത്, നിന്റെ കർമ്മമാണെന്ന് വിചാരിക്കുന്നത്, അതിൻ്റെ പൊരുളിലേക്ക് പറയാം, അത് നീയല്ല, അള്ളാഹുവാണെന്ന് പറയാം. ഇതൊരു യുദ്ധസന്ദർഭത്തിൽ പറയപ്പെടുന്നതായിട്ടാണ് ഇതിൻ്റെ പശ്ചാത്തലം സാമാന്യമായിട്ട് പറയപ്പെടുന്നത്. നമ്മുടെ ഒരു ആധ്യാത്മ സമീപനത്തിൽ എറിഞ്ഞപ്പോൾ അത് ഞാനായിരുന്നു എറിഞ്ഞത് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ പാരമ്പര്യ പരിഭാഷകളിൽ നിന്നും കേൾക്കുക. നമ്മളതിൻ്റെ ആ സബബുൻ നുസൂലിനെയോ അത്തരത്തിലുള്ള അതിൻ്റെ ഒരു പശ്ചാത്തല ചരിത്ര സന്ദർഭങ്ങളെയോ അല്ല, ആ രീതിയിലല്ല നമ്മുടെ ഖുർആനിക സമീപനം. ഗുരുക്കന്മാരെങ്ങനെയാണ് സമീപിച്ചത്? മൗലാന റൂമി അത് കൃത്യതയോടെ നമുക്ക് പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഈ സൂക്തത്തെ സമീപിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ഈ സൂക്തത്തെ മനസ്സിലാക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ഗുരു ഈ സൂക്തത്തെ മസ്നവിയിലൂടെ നമുക്ക് മൊഴിഞ്ഞു തന്നത്. അതിലൂടെയാണ് നമ്മളും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് പാരമ്പര്യ പരിഭാഷകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പലപ്പോഴും അതിൻ്റെ വാക്കുകളിലും പ്രയോഗങ്ങളിലുമൊക്കെ ചില ഇതുണ്ടാകാം. അതിനെ സൂക്ഷ്മ ജ്ഞാനത്തോടെ ശ്രവിക്കുകയും ഗ്രഹിക്കുകയും കൂടുതൽ അറിയേണ്ടവർ ആ രീതിയിൽ പഠിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുകൂടി ഉണർത്തുന്നു. മസ്നവിയെ മാനവിയുടെ 1-ാം വോള്യത്തിൽ 615-ാമത്തെ ഈരടിയിൽ ഗുരു ഈ വചനത്തെ തന്നെ എടുത്തിട്ട് ഗുരു പറയുന്നു, തൂസ് ഖുർആൻ ബാസ് ഖാനെ തഫ്സീർ ബൈത്ത് ഗുഫ്ത് ഈസദ് മാ റമൈത ഇദ് റമൈത. നീ ഖുർആനിൽ നിന്നുള്ള ഈ വചനത്തെ, ഈ കാവ്യവചനത്തെ, തഫ്സീർ ബൈത്ത്, ഈ കാവ്യവചനത്തിൻ്റെ വ്യാഖ്യാനത്തെ നീ തുറന്ന് ഗ്രഹിക്കുക. ബാസ് ഖാനെ തഫ്സീർ ബൈത്ത്, ഈ ബൈത്തിൻ്റെ, ഈ കാവ്യവചനത്തിൻ്റെ പൊരുളിനെ, ഈ കാവ്യവചനത്തിൻ്റെ തഫ്സീറിനെ, അതിൻ്റെ വിശദീകരണത്തെ നീ തുറന്ന് ഗ്രഹിക്കുക. ഗുഫ്ത് ഈസദ്, അള്ളാഹു പറഞ്ഞു, മാ റമൈത ഇദ് റമൈത്, നീ എറിഞ്ഞിട്ടില്ല, നീ എറിഞ്ഞപ്പോൾ, നീ എറിഞ്ഞിട്ടില്ല, നീ എറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ ഈ ഭാഗത്തെ, ഈ വചനത്തെ
ഈ കാവ്യവചനത്തെ, അതിൻ്റെ ഉൾപ്പൊരുളിനെ നീ തുറന്ന് ഗ്രഹിക്കുക. നീ അത്ര സൂക്ഷ്മമായി ഗ്രഹിക്കുമ്പോൾ മാത്രമേ എന്താണ് ഇതിൻ്റെ പൊരുളെന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന് ഗുരു പറയാണ്. അത് ഗ്രഹിച്ചാൽ നിനക്ക് ഈ പ്രാപഞ്ചികതയുടെ സൃഷ്ടി രഹസ്യത്തിലേക്ക് നിനക്ക് ചെന്നെത്താനാകുമെന്നാണ് ഗുരു പറയുന്നത്. അതിൻ്റെ തുടർന്ന് അടുത്ത 616 ഇരടിയിൽ വീണ്ടും ഗുരു അതിങ്ങനെ വിശദീകരിച്ച് പറയുന്നു അതെന്താണെന്ന്. ഗർ ബിപർറാനീം തീറാൻ നേ ജമാസ്ത് മാ കമാനോ തീർ അന്താസഷ് ഖുദാസ്ത്. ഇതിൽ ഗുരു പിന്നെ പറയാണ്, നാം അമ്പെയ്യുകയാണെങ്കിൽ, ഒരാൾ അമ്പെയ്യുമ്പോൾ ആ അമ്പ് നമ്മിൽ നിന്നുള്ളതല്ല. ആര് ചെയ്യുമ്പോഴും നമ്മൾ അമ്പെയ്യുമ്പോൾ, നമ്മളൊരസ്ത്രം എയ്യുമ്പോൾ അത് നമ്മിൽ നിന്നല്ല അസ്ത്രം എയ്യുന്നത്. എന്നിട്ട് പറയാണ്, നാം ഒരമ്പ് മാത്രമാണ്, നമ്മളൊരസ്ത്രം മാത്രമാണ്, അമ്പെയ്യുന്നത് അള്ളാഹുവാണ്. ഖുദാസ്ത്, ദൈവമാണ് ആ അമ്പെയ്യുന്നത്, നമ്മളല്ല അമ്പെയ്യുന്നത്, അള്ളാഹുവാണ് അമ്പെയ്യുന്നത് എന്ന് കൃത്യതയോട് പറയും. മാ കമാനോ, നമ്മൾ വെറും അമ്പാണ്. തീസ് അന്താസഷ് ഖുദാസ്ത്, യഥാർത്ഥത്തിൽ അമ്പെയ്യുന്നവൻ അള്ളാഹുവാണ്, അവനാണ്, ചെയ്യുന്നത്. ഈ പ്രാപഞ്ചികതയിലെ കർമ്മത്തെ, നമ്മുടെ ഓരോ കർമ്മത്തിൻ്റെയും സൂക്ഷ്മാർത്ഥത്തിൽ അതിൻ്റെ പൊരുളിലേക്ക് ഗുരു കൊണ്ടുപോവുകയാണ്. നമ്മൾ മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ 3ാമത്തെ ഘട്ടം പറഞ്ഞിട്ടുണ്ട്. ലാ ഫാഇല ഇല്ലല്ലാഹ് എന്നത് ആധ്യാത്മ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന, സൂഫി ഗുരുക്കന്മാർ സൂക്ഷ്മതലത്തിൽ പറഞ്ഞു തന്ന ലാ മഅബൂദ ഇല്ലല്ലാഹ്, ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്നതിന് ശേഷം ലാ ഫാഇല ഇല്ലല്ലാഹ് എന്ന, ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ് എന്ന അവസ്ഥയിൽ ലാ ഫാഇല ഇല്ലല്ലാഹ് എന്ന് പറയുന്ന, അല്ലാഹുവല്ലാതെ കർമ്മം ചെയ്യുന്നവനില്ല എന്ന ബോധതലത്തിൽ, അതൊരു ബോധത്തിൻ്റെ പരിണാമമാണ്. ആ പരിണാമത്തിൽ എത്തുമ്പോഴാണ് കർമ്മം എങ്ങനെ സംഭവിക്കുമെന്ന് നമ്മുടെ ഉള്ളം കൊണ്ട് അറിയുക. അതുവരെ നമ്മൾ നമ്മുടെ കർമ്മമായിട്ട് അറിയുന്ന പലതും അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക്, അതൊരു ബോധത്തിൻ്റെ കാഴ്ചയുടെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അവിടെയാണ് ഈ എറിയുക എന്ന് പറയുക, അതൊരു ചലനമാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിപ്പിക്കുകയാണ്. ആ ചലനമാണ് ഈ പ്രകൃതി അത്രയും, ഈ പ്രപഞ്ചം അത്രയും, ഈ പ്രപഞ്ചനം ചെയ്യുന്നതാണ്, ചലനമാണ്, അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ വുജൂദ്, ഏകമായ വുജൂദ് അതിൻ്റെ ചലനമാണെന്ന് അതിൻ്റെ സൂക്ഷ്മതലത്തിൽ പറയാറുണ്ട്. അത് വഹദത്തുൽ വുജൂദിൻ്റെ ആ പരമമായ ഉണ്മ, അത് ഏകമാണ്, ഏകമായ ഒരൊറ്റ ഉണ്മ മാത്രമേ ഉള്ളൂ എന്ന ബോധത്തിലേക്ക് നമ്മൾ ആ തൗഹീദിൻ്റെ 4ാം ഘട്ടത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഏകമായ ഉണ്മ ഒരൊറ്റ ഒന്ന് മാത്രമാണ്. ആ ഉണ്മ മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നത് ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ആ മൗജൂദ്, അത് അള്ളാഹു അല്ലാതെ വേറെയില്ലെന്ന് പറയുന്ന അതിൻ്റെ ബോധത്തിൻ്റെ ഘട്ടങ്ങൾ, ഇതെല്ലാം വളരെ സവിശേഷമായി, വളരെ സൂക്ഷ്മമായി, വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ആഴത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ സൂക്ഷ്മതയാണ് മാ റമൈത്ത ഇത് റമൈത്ത വലാകിന്നല്ലാഹ റമ എന്ന് പറയുന്നത്. സാമാന്യ തലത്തിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ സൃഷ്ടിയെ പലപ്പോഴും പറയാറുണ്ട്. ഒരു കവി എഴുതിയ കവിതയാണ് ഈ പ്രപഞ്ചം, ഈ പ്രാപഞ്ചികത അത്രയും, ഈ സൃഷ്ടിപ്രപഞ്ചം അത്രയും എന്ന് പറയാം. അതിൽ കവിയും കവിതയും വേറെയാണ്. ഒരു കവി വേറെയുണ്ട്, കവിത വേറെയുണ്ട്, രണ്ടായിട്ടിരിക്കുന്നു. അതിനെ ചിലപ്പോൾ ചില ആളുകൾ കവി തന്നെയാണ് ഈ കവിതയായിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ പലപ്പോഴും അതൊരു ആ ദ്വൈതത്തിൽ നിന്ന് മാറി അതിനെ സൂക്ഷ്മാർത്ഥത്തിൽ പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും. അവിടെയാണ് അത് ബോധത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ആ സൂക്ഷ്മമായ താഴെ നിന്നിങ്ങനെ ബോധം പല തലത്തിലേക്ക്, ബോധത്തിൻ്റെ അറിവിൻ്റെ ആ ജ്ഞാനബോധ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് മനസ്സിലായത്. അവിടെയാണ് സൂക്ഷ്മജ്ഞാനികൾ മറ്റൊരു ഉപമ പറഞ്ഞത്, ഒരു നർത്തകൻ്റെ നൃത്തമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ എറിയുക എന്നത്, എറിഞ്ഞ് ഒരു സ്ഥലത്ത് നിന്ന് എറിയുമ്പോൾ അതിലേക്ക് തന്നെ ആ എറിയുന്നവനിൽ നിന്ന് ഒരു ഇടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള എറിയലാണ്. അതൊരു സ്ഥാനചലനമാണ്. അവിടെയാണ് ആ നർത്തകൻ എന്ന ഏകസ്വരൂപം, അത് തന്നെ, അതിൻ്റെ ചലനം തന്നെയാണ് യഥാർത്ഥത്തിൽ നൃത്തം എന്നത് വേറൊന്നല്ല, വേറൊന്നായിട്ട് നമുക്ക് കാണാം. ആ നർത്തകൻ തന്നെ, നർത്തകൻ്റെ ചലനത്തിൻ്റെ ആ നിമിഷത്തിൽ, ആ സമയത്ത്, ആ ഇടത്ത് ആ നർത്തകൻ നൃത്തം ചെയ്യുമ്പോൾ ആ നർത്തകൻ്റെ ചലനം മാത്രമാണ്. ആ ചലനമാണ് യഥാർത്ഥത്തിൽ എന്തായി കാണുന്നത്, ഒരു കലയായി ആവിഷ്കരിക്കപ്പെടുന്നത്. അപ്പം നൃത്തം
നർത്തകനിൽ നിന്ന് വേറെയല്ല എന്നൊരു സൂക്ഷ്മ തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടേക്കാണ് ഈ ബോധം, ഈ തലം കൊണ്ടുപോകുന്നത്. കാരണം അത് നർത്തകനിൽ നിന്ന് വേറെയല്ല നൃത്തമെന്നറിയുന്ന ഇടം. ആ നർത്തകൻ്റെ ചലനമാണ് നൃത്തം, നർത്തകൻ്റെ സൃഷ്ടിയാണ് നൃത്തം. അതേസമയം തന്നെ ആ നൃത്തം എന്നത് ആ നർത്തകൻ്റെ സൃഷ്ടിയാണ്. സൂക്ഷ്മമായി ഗ്രഹിക്കേണ്ടതാണ്. അവിടെയാണ് അനൽ ഹഖ് എന്നതിന് ഐ ആം ദ ക്രിയേറ്റീവ് ട്രൂത്ത് എന്ന് ചില ജ്ഞാനികൾ അതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. സൃഷ്ടിയുന്മുഖ സത്യമാണ്. ആ സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ക്രിയേറ്റിവിറ്റിയാണ്, ആ നർത്തകൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് നൃത്തം. ആ സൃഷ്ടിയുന്മുഖതയാണ്, ആ സൃഷ്ടിയാണ്. അതേസമയം എന്താണ്? ആ നർത്തകനിൽ നിന്ന് വേറെയുമല്ല എന്ന ജ്ഞാന രഹസ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് ഗുരു വീണ്ടും പറയുന്നത്. ഇത് കുറച്ച് ഫിലോസഫിക്കലാണ്, അതുകൊണ്ട് തന്നെ ആഴത്തിൽ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക. മാ റമൈത്ത ഇത് റമൈത്ത വലാകിൻ അല്ലാഹ റമ. ഗുരു പറയുന്നു, നഖ്ഷ ബാഷദ് പീഷ നഖാശു ഖലം ആജിസോ ബസ്തേ ചുകൂദക് ദർശികം. ചിത്രകാരൻ്റെയും പേനയുടെയും മുന്നിൽ നാം ഗർഭസ്ഥനായ കുഞ്ഞിനെ പോലെ ബന്ധിതരും നിസ്സഹായരുമാണ്. ഈ സൂക്ഷ്മ ആ ബോധതലത്തിലേക്ക് ഒരാൾ ഉയരുമ്പോൾ, ആ ഘട്ടത്തിലേക്ക്, ആ ദൈവികതയുടെ ആ മഹാഘട്ടത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അവൻ അത് തിരിച്ചറിയാണ്. ഏതുപോലെ ചിത്രകാരൻ്റെയും പേനയുടെയും മുന്നിൽ ചിത്രകാരൻ വരയ്ക്കുന്ന ഒരു ചിത്രമാണ് നാം. ആ മഹാചിത്രകാരൻ അവൻ്റെ പേന കൊണ്ട് അവൻ വരച്ചുകൊണ്ടിരുന്ന ചിത്രമാണ്. ഒരു നീർത്തുള്ളിയിൽ രചിക്കപ്പെട്ട ചിത്രമാണ് മനുഷ്യൻ എന്ന് ഒരു കവി എഴുതിയിട്ടുണ്ട്. അതുപോലെ പല രീതിയിൽ അത് പാടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആ ചിത്രകാരൻ്റെയും പേനയുടെയും മുന്നിൽ നാം ഗർഭസ്ഥമായ കുഞ്ഞിനെ പോലെ. ആജിസോ, നമ്മൾ നിസ്സഹായരാണ്. ബസ്തേ ചൂകൂദക് ദർശികം, ഗർഭാശയത്തിലെ കുഞ്ഞിനെ പോലെ നാം ബന്ധിതരും നിസ്സഹായരുമാണ്. നമ്മൾ ഒന്നുമേ ചെയ്യുന്നില്ല. നമ്മൾ അത്രമേൽ നിസ്സഹായരാണ്. നമ്മിലല്ല യാഥാർത്ഥ്യമെന്ന ആ ബോധത്തെ ഉണർത്തുകയാണ്. അതിനുശേഷം പറയുന്നു, പീഷ ഖുദ്റത്ത് ഹൽഖ ജുംലെ ബാർഗ ആജിസാൻ ചൂൻ പീഷ സൂസൻ കാർഗ. ആ പരാശക്തിക്ക് മുന്നിൽ സർവ്വ സൃഷ്ടികളും തെയ്യൽക്കാരൻ്റെ സൂചിക്ക് മുന്നിലെ വസ്ത്രം പോലെ ദുർബലരും നിസ്സഹായരുമാണ്. ആ മഹാപരാശക്തിക്ക് മുന്നിൽ എല്ലാ സൃഷ്ടികളും സർവവും എന്താണ്? ഒരു തെയ്യൽക്കാരൻ്റെ സൂചിക്ക് മുന്നിൽ എങ്ങനെയാണോ വസ്ത്രം ഇരിക്കുന്നത്, ആ വസ്ത്രത്തെ എങ്ങനെ വെട്ടി എങ്ങനെ മാറ്റണമെന്ന്, ഏത് രൂപത്തിൽ അതിനെ പണിയണമെന്ന്, ഏത് രൂപത്തിൽ അതിനെ ഡിസൈൻ ചെയ്ത് മാറ്റി തീർക്കണമെന്ന് തീരുമാനിക്കുന്നത് ആ തയ്യൽക്കാരാണ്. അത്രമേൽ ആ വസ്ത്രം എത്രമേൽ നിസ്സഹായമാണോ, എത്രമേൽ ദുർബലമാണോ, അതുപോലെയാണ് സർവ്വ സൃഷ്ടികളുമെന്ന് അതിൻ്റെ സൂക്ഷ്മതലത്തിൽ ഗുരു പറയാണ്. എന്നിട്ട് പറയാണ്, ഗാഹ് നക്ഷഷ് ദീവോ ഗഹ് ആദം കുനത്. അവൻ ചിലപ്പോൾ അവൻ ചിലപ്പോൾ വരയ്ക്കുന്നു. എന്തിനെ? ദീവ്. അവൻ ചിലപ്പോൾ പിശാച്ചിനെ വരയ്ക്കുന്നു. ഗഹ് ആദം കുനത്. ചിലപ്പോൾ അവൻ ആദമിനെ വരയ്ക്കും, ചിലപ്പോൾ മനുഷ്യനെ വരയ്ക്കുന്നു. അവൻ ചിലപ്പോൾ പിശാച്ചിനെ വരയ്ക്കും, ചിലപ്പോൾ മനുഷ്യനെ വരയ്ക്കും. ഗാഹ് നക്ഷഷ് ഷാദിയോ ഗഹ് ഗം കുനത്. അവൻ ചിലപ്പോൾ സുഖത്തെ വരയ്ക്കുന്നു, ചിലപ്പോൾ ദുഃഖത്തെ വരയ്ക്കുന്നു. അവൻ വരച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അവൻ പിശാച്ചിനെ വരയ്ക്കുന്നു, ചിലപ്പോൾ അവൻ മനുഷ്യനെ വരയ്ക്കുന്നു. മറ്റു ചിലപ്പോൾ അവൻ സുഖം വരയ്ക്കുന്നു, മറ്റു ചിലപ്പോൾ അവൻ ദുഃഖം വരയ്ക്കുന്നു. അവനിങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ വരച്ചുകൊണ്ടേയിരിക്കുന്ന അതിലെ ആ വരയിൽ അവൻ വരച്ചുകൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെ ഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ മറ്റാർക്കും ഇടപെടലില്ല. ആ ഇടപെടലുകൾക്കെല്ലാം അപ്പുറത്താണ് അവനാണ് എറിയുന്നത്. നീ എറിഞ്ഞിട്ടേയില്ല. മാ റമൈത്, നീ എറിഞ്ഞിട്ടേയില്ല. നീ എറിഞ്ഞപ്പോൾ അല്ലാഹുവല്ലാതെ ഒന്നുമേ ചെയ്തിട്ടില്ല, ഒന്നുമേ ഇല്ലെന്ന പൊരുളിലേക്ക് ആ ബോധത്തെ ഉണർത്തുന്ന അതിസൂക്ഷ്മ ജ്ഞാനത്തിൻ്റെ കലവറയാണ് ഈ സൂക്തം. മസ്നവിയിൽ ഹസ്രത്ത് അലിയുടെ ഒരു സംഭവം പറയുന്നുണ്ട്. വളരെ ദീർഘമായ മസ്നവിയുടെ ആദ്യ ഭാഗത്തിൽ വളരെ ദീർഘമായ ഒരുപാട് കഥകളിലൂടെ, ഒരുപാട് പൊരുളുകളിലൂടെ കൊണ്ടുപോയ ഒരു കഥാഭാഗമുണ്ട്. ഒരിക്കലൊരു യുദ്ധവേളയിൽ ഹസ്രത്ത് അലിയുടെ മുഖത്ത് ആ ശത്രുവായ ഒരു മനുഷ്യൻ ആ അവസാന ഘട്ടത്തിൽ ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന ആ നിമിഷത്തിൽ അലിയുടെ മുഖത്തേക്ക് തുപ്പുന്ന ഒരു രംഗമുണ്ട്. ആ തുപ്പിയ നിമിഷത്തിൽ ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ തൊട്ട് കയ്യിലേന്തിയിരുന്ന വാൾ ആ മുഖത്തേക്ക് തുപ്പിയ നിമിഷം ആ വാള് താഴെയിടുകയും, ആ വാള് താഴെയിട്ടപ്പോൾ ആ മനുഷ്യൻ
ഹസ്രത്ത് അലിയോട് ചോദിക്കുന്ന ഭാഗമുണ്ട്. എന്തുകൊണ്ടാണ് എന്നെ കൊല്ലാത്തത്? ഇത്ര അടുത്ത് കിട്ടിയിട്ടും, ഇത്രമേൽ അതിക്രമം കാണിച്ചിട്ടും, അത്ര ശത്രുതയോടെ വെറുപ്പോടെ ഞാൻ വന്നിട്ടും, ഒരു മനുഷ്യനെ ഏറ്റവും അപമാനിക്കുന്ന രീതിയിൽ അത്ര വെറുപ്പോടെ അങ്ങയുടെ മുഖത്തേക്ക് തുപ്പിയിട്ടും എന്നെ കൊല്ലാതെ ആ വാള് താഴെയിട്ടത് എന്തെന്ന് ചോദിക്കുന്ന ഭാഗത്തിലൂടെ ഒരുപാട് നഫ്സിൻ്റെ ഒരുപാട് പൊരുളുകളെപ്പറ്റി ഗുരു പറയുന്നുണ്ട്. ആ നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ എൻ്റെ നഫ്സിൻ്റെ ഇച്ഛ കടന്നു വന്നു. ആ കടന്നു വന്ന നിമിഷം ഞാനത് താഴെയിട്ടു. അള്ളാഹുവിൻ്റെ ഇച്ഛയല്ലാത്ത എൻ്റെ ഇച്ഛ, അവിടെ ഒരു ഇച്ഛ കടന്നു വരുന്ന ഒരു ഇടമാണ്, അവിടെ നഫ്സിൻ്റെ ഇടമാണ്. അതിനെ സൂക്ഷ്മമായിട്ട് ഗുരു പറയുന്നുണ്ട്. അത് വരുന്ന ഇടം, ആ നഫ്സ് കടന്നു വരുന്ന ഇടം, ആ നഫ്സിനെയും അവിടെ കടന്നു വരാൻ തീർത്ത ഇടം, അവൻ്റെ ആ മഹാലീലയുടെ ഭാഗമായിട്ട് ഇങ്ങനെ നഫ്സിനെ കൊണ്ടുവരുന്നതും ആ നെഗറ്റീവായ തലം വരുത്തുന്നതും അവിടെ ആ ദൈവികതയെ സ്ഥാപിക്കുന്നതും പിന്നെയും അതിനെ കൊണ്ടുവരുന്നതും ഇതെല്ലാം ആ സൂക്ഷ്മജ്ഞാനത്തിൽ ആ മഹാലീലയുടെ ഭാഗമാണ്. പക്ഷെ അത് വരുന്നതിനെ തടയുന്നതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന്, പിന്നെയും ഉണ്ടാക്കുന്നതിന്, ഈ പ്രവാഹഗതി ഇങ്ങനെ നിരന്തരം അതിൻ്റെ നൈരന്തര്യത്തെ തുടർന്നിങ്ങനെ കൊണ്ടുപോകുന്നതിനെ ഗുരു പറയാണ്. അതിൻ്റെ ഒരിടത്ത് നിന്ന് ഗുരു പറയുന്നു 3789, 3791, 3792 ഈരടികളിൽ ഗുരു പറയുന്ന മസനവിയിൽ ഗുരു ഈ ഭാഗം പറയാണ്. അവിടെയും ഈ സൂക്തത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഹസ്രത്ത് അലിയുടെ വാക്കുകളായിട്ട് ഗുരു പറയാണ്, മാ റമൈത്ത ഇത് റമൈത്തം ദർ ഹിറാബ്. ഈ യുദ്ധത്തിൽ നീ എറിഞ്ഞപ്പോൾ നീ എറിഞ്ഞിട്ടില്ല. മാ റമൈത്ത ഇത് റമൈത്തം ദർ ഹിറാബ്. നീ എറിഞ്ഞിട്ടില്ല. മൻ ചുതീഗം വാൻ ജനന്ദെ ആഫ്താബ്. യഥാർത്ഥത്തിൽ ഞാനൊരു വാള് മാത്രമാണ്. ഹസ്രത്ത് അലി പറയാം, ഞാനൊരു വാള് മാത്രമാണ്. ആ വാളിനെ ചലിപ്പിക്കുന്നത് ആരാണ്? ആ സൂര്യനാണ്. ആ നിമിഷത്തിൽ നീ തുപ്പിയപ്പോൾ, അല്ലെങ്കിൽ നീ ആ കർമ്മം ചെയ്തപ്പോൾ എൻ്റെ വാള് ചലിപ്പിക്കുന്നത് അവനാണ്. ആ നിമിഷത്തിൽ നിന്നെയും ചലിപ്പിക്കുന്നത് അവൻ തന്നെയാണ്. അതിൻ്റെ സാകല്യത്തിൽ, അതിൻ്റെ ദീർഘമായ ആ മുകളിൽ നിന്നുള്ള ആ സൂക്ഷ്മ ദർശനത്തിൽ പറയാണ്, ഞാനൊരു വാൾ മാത്രമാണ്. അതിനെ ചലിപ്പിക്കുന്നത് ആ ദിവ്യസൂര്യനാണ്. സായഹാമൻ കദ് ഹുദായം ആഫ്താബ്. ഞാനൊരു നിഴൽ മാത്രമാണ്. ആത്മനാഥനാണ് സൂര്യൻ, അള്ളാഹുവാണ് സൂര്യൻ. ഞാനൊരു നിഴൽ മാത്രമാണ് ഞാൻ. ഹാജിബം മൻ നീസ്തം ഉറാ ഹിജാബ്. അവന് മുന്നിലെ ഒരു മറയല്ല ഞാൻ, അവനിലേക്കുള്ള വഴി ഞാൻ, അവൻ്റെ കാവൽക്കാരൻ ഞാൻ എന്ന് പറയാണ്. ഈ ഞാനായിരിക്കുന്നത്, ആ ഞാനിൻ്റെ ആ ഇരുളിനെ പൂർണ്ണമായിട്ടും മാറുമ്പോൾ അവിടെ അത് വഴിയാണ്. ആ ഇരുളായിട്ടിരിക്കുമ്പോഴോ അത് മറയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിൻ്റെ മറയല്ല, ഞാൻ വഴിയാണ്. മൻചുതീകം ഫുർഗുഹർഹായ വിസ്വാൽ. ആ ദിവ്യസംഗമത്തിൻ്റെ, ആ വിസ്വാലിൻ്റെ മുത്തുരത്നങ്ങൾ നിറഞ്ഞ ഉടവാൾ പോലെയാണ് ഞാൻ അവസാനം ആ പ്രകാശത്തിലേക്കുള്ള വഴിയായി മാറിയാണ്. ആ പൂർണ്ണ മനുഷ്യൻ, ആ ഗുരു, ആ വിസ്വാലിലേക്ക്, ആ ദിവ്യസംഗമത്തിൻ്റെ മുത്തുരത്നങ്ങൾ നിറഞ്ഞ ഉടവാൾ പോലെയാണ് ഞാൻ. ജിന്ദഗർദാനം നെകുഷ്തേ ദർ ഖിതാൽ. ഞാൻ ഈ യുദ്ധത്തിൽ വധിക്കാൻ വന്നവനല്ല, ജീവൻ നൽകുന്നവനാണ്. യഥാർത്ഥ ജീവൻ നൽകൽ ഈ അധ്യാത്മ പൊരുളിൽ ആ നഫ്സിനെ ഇല്ലായ്മ ചെയ്യുന്നവർ യഥാർത്ഥമായ പുനരുജ്ജീവനം നൽകുന്നവനാണ്. ആ ഗുരു പുനരുജ്ജീവനം നൽകുന്നു. ഈ യുദ്ധത്തിൽ വധിക്കുകയല്ല, ഇല്ലായ്മ ചെയ്യുകയല്ല. അതുകൊണ്ട് തന്നെ ആ പുനരുജ്ജീവനം നൽകാനാണ് ഈ ഓരോ ആ വാളെടുക്കുന്നത്. അത്രയും നഫ്സിനെ ഇല്ലായ്മ ചെയ്യുന്ന വാളാണ് സൂഫിയുടെ വാൾ. അതെന്താണ് ചെയ്യുന്നത്? അത് യഥാർത്ഥത്തിൽ ജീവൻ നൽകുകയാണ്, നിത്യജീവൻ നൽകുകയാണ്. ദിവ്യസംഗമത്തിൻ്റെ മുത്തുരത്നങ്ങൾ നിറഞ്ഞ ഉടവാൾ പോലെ ഈ യുദ്ധത്തിൽ ഞാൻ ആരെയും വധിക്കുകയില്ല. അലി പറയാണ്, നിത്യജീവൻ നൽകുകയാണ് ഞാൻ. ആ നിത്യജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഗുരു പരമ്പര അത്രയും അതിലേക്ക് കൊണ്ടുപോകുന്നത്, എല്ലാം അതിലേക്ക് കൊണ്ടുപോകുന്നത്, അവിടെ എത്തിക്കുന്നത്. അവിടെ ആ ഇടത്ത് അവർ കാണുന്നതത്രയും, കേൾക്കുന്നതത്രയും, അനുഭവിക്കുന്നതത്രയും അല്ലാഹു അല്ലാതെ മറ്റൊന്നും കാണാതെ, കേൾക്കാതെ, സ്പർശിക്കാതെ, രുചിക്കാതെ, അതിൻ്റെ ഗന്ധമല്ലാത്തതൊന്നും ഇല്ലാത്ത വിധം അതിലായിരിക്കുന്നവരാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 115-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം എന്ന് പറയുന്നു.
വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റെയാണ്. കിഴക്കും പടിഞ്ഞാറും ദിക്കുകൾ അത്രയും അവനാണ്. ഫഅയ്നമാ തുവല്ലു, നീ എങ്ങോട്ട് തിരിഞ്ഞാലും ഫസമ്മ വജ്ഹുല്ലാഹ്, അവിടെ എല്ലാം എന്താണ്? അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രമാണ്. ആ ബോധമാണ്, ആ വജ്ഹ് മാത്രം കാണുന്ന ആ ബോധത്തിലേക്ക് ഉണരുന്നവർക്കുള്ളതാണ്. ആ ഉണരുമ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത്, ഇത് മറ്റൊന്നുമല്ലെന്ന്, അവനല്ലാത്തതൊന്നുമില്ലെന്ന്, അവൻ്റെ കർമ്മമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് അറിയുന്നത്. എവിടെ തിരിഞ്ഞാലും അവൻ്റെ വജ്ഹ് മാത്രം കാണാനുള്ള കാഴ്ചയിലേക്ക് ഉണരുമ്പോഴാണ്. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലു, നീ എങ്ങോട്ട് തിരിഞ്ഞാലും ഫസമ്മ വജ്ഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹല്ലാത്തതൊന്നുമേ കാണാത്ത വിധം നിൻ്റെ കാഴ്ച അതിലേക്ക് മാറുകയാണ്. അള്ളാഹുവിൻ്റെ മുഖമാണ് അവിടെയുള്ളത്. അവിടെ ആ അവസ്ഥയിലേക്ക് ഉണരുമ്പോഴാണ് സൂറത്തുൽ ഖസസിലെ 28-ാമത്തെ അധ്യായത്തിലെ 88-ാമത്തെ സൂക്തത്തിൽ കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ വജ്ഹഹു, ആ മുഖം ഒഴികെ ബാക്കിയെല്ലാം നാശമടയുന്നതാണ്. ബാക്കിയെല്ലാം തൻ്റെ ഉള്ളിൽ നിന്ന് നശിച്ചു പോവുകയും അത് മാത്രം കാണുകയും ചെയ്യും. ഈ കാണുന്ന കാഴ്ചയിലാണ് അവൻ്റെ കർമ്മമല്ലാത്തതൊന്നുമില്ലെന്നറിയുന്നത്. ആ കാഴ്ചയിലേക്ക് സമ്പൂർണമായിട്ടും ബോധപരിണാമം സംഭവിക്കണം. ഇരുളുകളിൽ നിന്ന് പുറത്തെത്തണം. എല്ലാ ഇരുളുകളും മാറ്റി പ്രകാശത്തിലേക്കെത്തി പ്രകാശമായി തീരണം. കഴിഞ്ഞ ദിവസം നമ്മൾ അതാണ് വ്യക്തതയോടെ പറഞ്ഞത്. അപ്പോൾ ആ ഘട്ടത്തിലെത്തിയാലോ സൂറത്തുൽ ഹദീദിൽ 57-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ സൂക്തം, വഹുവ മഅക്കും ഐനമാ കുന്തും, നീ എവിടെ ആയിരുന്നാലും അവൻ നിന്നോടൊപ്പമുണ്ട്. വഹുവ മഅക്കും, അവൻ നിന്നോടൊപ്പമുണ്ട്. ഐനമാ കുന്തും, നീ എവിടെ ആയിരുന്നാലും, നീ എവിടെയാണോ, നീ ഏതൊരവസ്ഥയിലാണോ, ഏതൊരിടത്താണോ, ഏതൊരു ഘട്ടത്തിലാണോ, അവിടെയെല്ലാം അവനാണുള്ളത്. അവനില്ലാത്തൊരു നിമിഷമില്ലാത്ത വിധം അവനോടുള്ള ആ പ്രണയത്തിൽ, അവനോടുള്ള ആ അനുഭവത്തിൽ, ആ അവസ്ഥയിൽ, ആ ജ്ഞാനത്തിൽ സമ്പൂർണ്ണമായിരിക്കുകയാണ്. ആ ഇരിക്കുമ്പോൾ അവനല്ലാത്തതൊന്നുമില്ല, അവൻ്റെ കർമ്മമല്ലാത്തതൊന്നുമേ ഇല്ലെന്നറിയുന്നതാണ്. വീണ്ടും സൂറത്ത് ശൂറായിൽ 42-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അവിടെ അവന് തുല്യമായി യാതൊന്നുമില്ല. അവനെല്ലാം കാണുന്നവനും കേൾക്കും. ആ തുല്യമായിട്ടൊന്നുമില്ലാത്ത വിധം അത്രമേൽ അതുല്യമായ, അനന്യമായ, അന്യൂനമായ, അനുപമമായ ആ അപാരതയെ ഉള്ളം കൊണ്ട് അനുഭവിച്ചറിയുകയാണ്. ആ അനുഭവിച്ചറിയുന്ന ആ അവസ്ഥയെയാണ്, ആ അനുഭവത്തെയാണ്, ആ അള്ളാഹ് എന്ന ആ ആനന്ദത്തിൻ്റെ അവസ്ഥയെ, ആ പ്രണയാർദ്രമായ, ആ പ്രണയപൂർണമായ അവസ്ഥയെ അനുഭവിക്കുമ്പോൾ അവിടെ മറ്റൊന്നുമില്ല. അവിടെയാണ് ലാ ഫായില ഇല്ലല്ലാഹ് എന്ന് സൂഫികൾ പറയുന്നത്, ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നുകൾ പറയുന്നത്. അവനല്ലാത്ത ഒരു വുജൂദും ഒരു ഉണ്മയും വേറെ ഇല്ലെന്ന് പറഞ്ഞ് ആ അനുഭവ ബോധ്യത്തിൽ അങ്ങ് തിരിയുന്നത് അവിടെയാണ്. അവിടെ ഒരു ഖുദ്സിയായ ഹദീസ് സൂഫികൾ സാധാരണ ഉദ്ധരിക്കാറുണ്ട്. ആ ഹദീസിനോട് ചേർത്ത് നമുക്ക് ഈ സൂക്തത്തിൻ്റെ പൊരുളിനെ, മാ റമൈത്ത ഇത് റമൈത്ത വലാകിന്നല്ലാഹ റമാ എന്ന പൊരുളിനെ ഉൾച്ചേർത്തുകൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. അള്ളാഹു പറയാണ്, ആ ഖുദ്സി ഹദീസ് 40 ഖുദ്സി ഹദീസിലെ 24-ാമത്തെ ഹദീസായി പറഞ്ഞ ഹദീസിൻ്റെ ഭാഗത്തിലുള്ളതാണ്. ഫഇദാ അഹ്ബബ്തുഹു കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യുബ്സിറു ബിഹി വയദഹുല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹുല്ലതീ യംശി ബിഹാ. അത്രമേൽ പ്രണയാർദ്രമായ ഒരു ഭാവമാണ് ഈ ഹദീസിനുള്ളത്. അവൻ പറയാണ്, ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ പ്രണയിക്കുമ്പോൾ, അള്ളാഹു പ്രണയിക്കുമ്പോൾ എന്താണ് ആയിത്തീരുന്നത്? ഇതാണ് നേരത്തെ പറഞ്ഞ ആ ബോധപരിണാമത്തിൻ്റെ ആ പ്രണയത്തിലൂടെ, ജ്ഞാനത്തിലൂടെ, ആ ദൈവികതയുടെ അനുഭവത്തെ ഉള്ളം കൊണ്ടറിയുന്ന ആ അവസ്ഥയിൽ പറയാണ്, ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ പ്രണയിക്കുമ്പോൾ, കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനായിത്തീരും. അവൻ കേൾക്കുന്ന കാതുകൾ, അവൻ്റെ കേൾവി, അവൻ കേട്ടുകൊണ്ടേയിരിക്കുന്ന കേൾവി മറ്റൊന്നുമല്ല, ഞാനായിത്തീരുന്നു. വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണുകൾ, അവൻ്റെ കാഴ്ച, അത് ഞാനായിത്തീരുന്നു. ഞാനല്ലാതെ അവന് കാണാനില്ല. എൻ്റെ കാഴ്ചയാണത്. അവൻ കാണുന്നത് അത്രയും എൻ്റെ കാഴ്ച, വേറൊന്നുമേ അല്ല. വയദഹുല്ലതീ യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈകൾ ഞാനായിത്തീരും. ഞാനാണ് അവൻ പിടിക്കുന്ന കൈകൾ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹുല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലുകൾ ഞാനായിത്തീരുന്നു.
ഓ, എത്ര മനോഹരമാണ്, എത്ര സൂക്ഷ്മമാണ് ഈ വചനം, എത്ര പ്രണയാർദ്രമാണ് ഈ ഖുദ്സി ഹദീസ്. ഞാൻ അവനെ പ്രണയിക്കുമ്പോൾ അവൻ എന്നെ പ്രണയിക്കുകയും എൻ്റെ പ്രണയം അവനിലേക്ക് എത്തുകയും അവൻ പൂർണ്ണമായി ആ വിസ്വാലിലേക്ക് എത്തുമ്പോൾ, ആ വിസ്വാൽ നമ്മൾ പറയുന്ന ബു അലീഷ ഖലന്തറിൻ്റെ വരികൾ, ശുദ്ധം ഗറഖേ വിസാലയോ, അവൻ്റെ വിസാലിൻ്റെ ആഴത്തിൽ ഞാനിതാ മുങ്ങിപ്പോയിരിക്കുന്നു. ആ വിസ്വാൽ, ആ പ്രണയ സംഗമത്തിൻ്റെ ആ അനുഭവ തീവ്രതയുടെ, ആ വല്ലാത്ത അവസ്ഥയുടെ ആഴത്തിൽ ഞാനിതാ വീണു പോയിരിക്കുന്നു. അവിടെ അങ്ങനെ അങ്ങ് വീണു പോകുമ്പോൾ ആ വീണു പോകുന്ന അവസ്ഥയിലാണ്, ആ പ്രണയപൂർണതയിൽ എന്താണ് സംഭവിക്കുന്നത്? അവൻ കേൾക്കുന്ന കാത് ഞാനാകുന്നു, അവൻ്റെ കേൾവി ഞാനായിത്തീരുന്നു, അവൻ്റെ കാഴ്ച, അവൻ്റെ കണ്ണുകൾ ഞാനായിത്തീരുന്നു, അവൻ അതിലൂടെ കാണുന്നത് അത്രയും ഞാനാണ് കാണുന്നത്, ഞാനായിത്തീരുന്നു. വയദഹുല്ലതി യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈകൾ ഞാനായിത്തീരുന്നു, അവൻ ചലിക്കുന്ന നടക്കുന്ന കാലുകൾ ഞാനായിത്തീരുന്നു. അത് വേറൊന്നുമല്ലെന്ന്, അള്ളാഹു അല്ലാതെ മറ്റൊന്നും പ്രവർത്തിക്കാത്ത വിധം ആ പ്രവൃത്തി, അവൻ്റെ പ്രവൃത്തി സമ്പൂർണ്ണമാകുന്നതിനെ അതിൻ്റെ ആ വെളിച്ചത്തിൽ അറിയുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഇരുൾ മൂടിയിരിക്കുമ്പോൾ ആ പ്രവൃത്തികളൊന്നും പലതായിട്ട് പല ബഹുത്വങ്ങളിലുമാണ്, അത് പലതായിട്ടിരിക്കുന്നു, അത് സ്കാറ്റേഡാണ്, അത് ശിഥിലമാണ്, ശ്ലഥമാണ്. എങ്കിലോ ഇവിടെ എങ്ങനെയാണ്? അതെല്ലാം ആ സൂക്ഷ്മ തലത്തിൽ, ആ പ്രകാശത്തിലൂടെ ആ വിസാലിലേക്ക്, ആ ശുദ്ധം വിസാലയൂ, ആ വിസാലിൽ, ആ സംഗമത്തിൽ, ആ പ്രണയ സംഗമത്തിൻ്റെ അനുഭവപൂർണതയിൽ ആ ഇരുളുകളെല്ലാം മാറി ആ വെളിച്ചം സമ്പൂർണമായി തന്നിലേക്ക് അണയുമ്പോൾ, ആ വെളിച്ചമായി തീരുമ്പോൾ, ഇന്നലെ പറഞ്ഞ ആ പ്രകാശമായി തീരുമ്പോൾ, ആ പ്രകാശം തന്നിൽ പ്രകാശമായി അറിയുമ്പോഴാണ് ആ പ്രകാശത്തെ അറിയാനാവുക, ആ പ്രകാശത്തെ അനുഭവിക്കാനാവുക. അവിടെ ആ പ്രകാശമല്ലാത്തതൊന്നുമേ ഇല്ലെന്ന്, ആ വെളിച്ചമല്ലാത്തതൊന്നുമേ ഇല്ലെന്ന്, ആ വെളിച്ചമാണ് സർവവുമെന്ന്. അല്ലാഹു നൂറുസ്സമാവാതി വൽ അർള്. ആ നൂറിനെ ആ മുഹമ്മദീയ നൂറിലൂടെ, ആ നൂറായിരിക്കുന്ന ഖുർആനായിരിക്കുന്ന, കഴിഞ്ഞ ദിവസം പറഞ്ഞ നിന്നിലേക്ക് ഇറങ്ങിയ, ഈ ലോകത്തിലേക്ക് ഇറങ്ങിയ ആ നൂറിനെ നൂറായി അറിയുമ്പോഴാണ് വമാ റമൈത്ത ഇദ് റമൈത്ത വലാകിന്നല്ലാഹ റമാ എന്നതിൻ്റെ പൊരുൾ അറിയുന്നത്. അവിടെ മറ്റാരും എറിയാനില്ല, നീ എറിഞ്ഞിട്ടേയില്ല. മാ റമൈത്ത്, അതാണ് ഗുരു പറയുന്നത്, നീ അത്ര സൂക്ഷ്മമായിട്ട് അറിയൂ. ഖുർആൻ ബാസ് ഖ്വാനെ തഫ്സീർ ബൈത്ത്, ആ കാവ്യവചനത്തിൻ്റെ പൊരുൾ അറിയൂ. ആ പൊരുൾ അറിഞ്ഞാൽ നിനക്ക് ഈ പ്രകൃതിയുടെ, ഈ പ്രാപഞ്ചികതയുടെ, നിൻ്റെ ആത്മബോധത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അറിയാനാകും. ഗുഫ്ത ഈസദ്, അള്ളാഹു പറഞ്ഞത് മാ റമൈത്ത ഇത് റമൈത്തെന്ന്, നീ എറിഞ്ഞിട്ടേയില്ല, നീ എറിഞ്ഞപ്പോൾ നീ എറിഞ്ഞിട്ടേ ഇല്ലെന്നതിൻ്റെ പൊരുൾ അറിയുക. ആ അള്ളാഹുവിനെ ഓരോ ഇടത്തും, കിഴക്കും പടിഞ്ഞാറിലും അഷ്ടദിക്കുകളിലും നീ അറിയുക. അത് മാത്രമാണെന്നറിയുക. നീ എവിടെ തിരിഞ്ഞാലും അവനല്ലാതെ മറ്റൊന്നുമില്ലെന്നറിയുക. ആ ബോധത്തിലേക്ക് നീ ഉണരുക. അവനാണ്, എവിടെ തിരിഞ്ഞാലും അവനാണ്. ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ് വഹുവ മഅക്കും ഐനമാ കുന്തും. നീ എവിടെ തിരിഞ്ഞാൽ, എവിടെയായിരുന്നാലും അവൻ നിന്നോടൊപ്പമുണ്ടെന്ന അറിവ്. ഫൈദാ അഹ്ബബ്തുഹു കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി. അവൻ ഞാൻ പ്രണയിക്കുമ്പോൾ നീ കേൾക്കുന്ന കാതുകളും, നീ കാണുന്ന കണ്ണും, നീ പിടിക്കുന്ന കൈയും, നീ നടക്കുന്ന കാലുമെല്ലാം ഞാനാകുമെന്ന് അവൻ ഉണർത്തുന്നു. നമുക്ക് തുടരാം. സസ്നേഹം.